നമസ്കാരം കൂട്ടുകാരെ. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചിപ്പി ദേവസിയാണ്. സ്വാഗതം ചെയ്യാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. വിശേഷങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഷെഫിന്റെ വിശേഷം പറ. വിശേഷം ഭയങ്കര രസകരമായിട്ട് ഇതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അടിപൊളി. എന്താണ് നമ്മുടെ സ്പെഷ്യൽ? ഇന്ന് ചിപ്പിക്ക് വേണ്ടിട്ട് ഡെക്ക് റോസ്റ്റ് ആണ്. കുറെ നാളായി ഞാൻ കഴിച്ചിട്ടോ. ചിപ്പിയുടെ ശരിക്കും സ്ഥലം എവിടെയാണ്? എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒളരി എന്ന് പറയും. ഒളരി അറിയാം. അടിപൊളി. അപ്പം നല്ല ഭക്ഷണം ഇതേപോലൊക്കെ ഉള്ള നല്ല തേങ്ങ അരച്ച കറികളൊക്കെയാണല്ലോ മെയിൻ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിലാണ് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? തേങ്ങ അരച്ച മീൻകറിയാണോ അതോ വേറെ? മീൻകറിയും ചോറും അയ്യോ എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ നല്ല കൊഞ്ചിന്റെ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുക? കൊഞ്ച് നല്ല റോസ്റ്റ് ചെയ്തെടുക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്തിരുന്നു. ഇപ്പൊ അമ്മ അടുക്കളയിൽ കയറ്റാറില്ല. കാരണം അമ്മയുടെ ടെറിട്ടറി ആയതുകൊണ്ട്. ചിപ്പിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ നാടൻ ഭക്ഷണം നമുക്കറിയാം, അതല്ലാതെ എന്ത് ഭക്ഷണമാണ് ചിപ്പിക്ക് ഇഷ്ടം? ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക പാസ്തയില്ലേ, നല്ല വൈറ്റ് സോസ് പാസ്ത. എനിക്ക് ഭയങ്കര എനിക്ക് ഗാർലിക്കി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് വന്നു, കുറെ നല്ല കണ്ടന്റ്സ് ഒക്കെ ചെയ്തു, ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുന്നു. ഇപ്പൊ സിനിമയിലേക്കുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ജേർണി നമ്മുടെ പ്രേക്ഷകരോട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ അഡ്വർടൈസ്മെന്റിൽ നിന്നായിരുന്നു. ഞാൻ ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ 2018 ഫസ്റ്റ് മൂവി ചെയ്തു, മാർച്ച് 2 വ്യാഴം എന്നാണ് പേര്. അത് കഴിഞ്ഞ് 2019 സെക്കൻഡ് മൂവി ചെയ്തു, ഹാപ്പി സർദാർ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു ജാതി ജാതകം എന്നാണ് പേര്. വിനീത് ശ്രീനിവാസ് ചേട്ടനാണ് ലീഡ് ആക്ട് ചെയ്യുന്നത്. എം മോഹൻ സാറിനാണ് ഇതിന്റെ ഡയറക്ടർ. നീതേട്ടൻ ഭയങ്കര ഫുഡി ആട്ടോ. ഞാൻ അയ്യോ എവിടെ ചെന്നാലും ആദ്യം എനിക്ക് മേടിച്ചു തന്നത് മറ്റേ ഡ്രീം കേക്ക് ഇല്ലേ, അതാണ് എനിക്ക് ഫസ്റ്റ് മേടിച്ചത്. ആദ്യം തന്നെ ഡെക്കറോസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകമാണ് ഇതിന്റെ ചെറുതായിട്ട്. ഒരുപാട് ചെറിയ പെരിഞ്ചീരകം ഇട്ടു. അതിനുശേഷം കുറച്ച് ഗാർലിക്, തലശ്ശേരിയിൽ പോയി അവിടുത്തെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ, ആ നാട്ടിലുള്ള കുറെ സ്പെഷ്യൽ ഭക്ഷണം, ബിരിയാണി. പിന്നെ അത് മേടിച്ചു തന്നു. കൊഞ്ച് ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിൽ വരാനുള്ള എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ആദ്യം വന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാ. അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം കിട്ടാൻ തുടങ്ങി, ഒരു സുഖം, ഒരു രസം. അത് കഴിഞ്ഞ് തേർഡ് മൂവി ആയപ്പോഴേക്കും എനിക്ക് സെറ്റായി. വിനീതന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോഴേക്കും കുറച്ചുകൂടെ നല്ല രസം. സിനിമ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ആക്ടിങ് ക്ലാസ്സസ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ചും കൂടിയും ഡെപ്തിലേക്ക് കയറാൻ തുടങ്ങി. ഇപ്പൊ നല്ല അടിപൊളിയാന്ന് തോന്നി. അപ്പൊ എന്ത് തരം കഥാപാത്രം ചെയ്യാനാണ് ചിപ്പിക്ക് ഇഷ്ടം? എപ്പോഴും ചെയ്യുന്നത് കോമഡിയാണ്. അപ്പൊ കോമഡി പുള്ളിയാ എനിക്ക് പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാതെ. എനിക്ക് വലിയ സംഭവങ്ങളായിട്ട് അറിയത്തില്ല, എന്നാലും ആഗ്രഹം എനിക്ക് പെറ്റ്സിന്റെ കൂടെ അഭിനയിക്കണമെന്ന്. ചാർലി സിനിമ കണ്ടോ? അയ്യോ എന്റെ ഫേവറേറ്റാ. ഞാൻ ഒരു പെറ്റ്സിന്റെ പടവും വിട്ട് കളയാറില്ല, എല്ലാം ഇരുന്ന് കാണും. എന്റെ പപ്പീസിനെ എനിക്ക് കിട്ടിയിട്ട് ഇപ്പൊ 2 years ആയി. ബേബി ആയിരുന്നു അപ്പൊ എന്നെ എടുത്തു. ഞാൻ എന്റെ ഫസ്റ്റ് ബേബി ഈസീനെ മേടിച്ചു. ഈസി എന്നാണ് പേര്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 year കഴിഞ്ഞിട്ട് ഫ്ലോക്കീനെ മേടിച്ചു. അപ്പൊ ബേസിക്കലി അവൾക്ക് പുറത്തു പോയിട്ട് ഞാൻ അങ്ങനെ വേറെ ഡോഗ്സ് ആയിട്ടൊന്നും അങ്ങനെ വേണ്ട, അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആണ്. ഷിപ്പിക്ക് ആ ഒരു പെറ്റ് കൊണ്ടുണ്ടാവുന്ന എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഫീൽ? എനിക്ക് തോന്നുന്നു നമ്മള് എപ്പോ ഡള്ളായിട്ടുണ്ടോ അവർക്കത് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡള്ളായിട്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊന്ന് മടുത്തു എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അവര് തന്നെ നമ്മളെ അട്രാക്ട് ചെയ്ത് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർക്കും അവരുടെ രീതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ലവിങ്, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയത്തില്ലേ. സോ അതാണ് ശരി. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് പെരിഞ്ചീരകം, വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, ചെറിയ ഉള്ളിയും സവാള ഇട്ട് അത്യാവശ്യം വഴറ്റി. ഇനി നമ്മൾ മസാല ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി, ലേശം ഗരം മസാല, കുരുമുളക് പൊടി. ഇതിന് മുളക് പൊടി ഇല്ലാത്ത ഒരു ഡിഷാണ് ഇത്. മുളക് പൊടി ഇല്ലാതെ ഒരു ബ്രൗണിഷ് കളർ കിട്ടുന്ന റോസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ചില്ലി പൗഡറിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ഈ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുഡ് ബ്ലോഗിങ് പോയി കണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കണ്ട ഏറ്റവും മെമ്മറീസ് എന്താണ്? ഞാൻ ഭയങ്കര ഫുഡിയാ. ഫുഡ് നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കംപ്ലീറ്റ് ഫ്രണ്ട് സർക്കിളും ഫുഡ് ബ്ലോഗേഴ്സായി. ഓക്കെ. അപ്പൊ കൊച്ചിയിലേക്ക് വന്നപ്പം ക്രംസ് ഓൺ മൈ ബിയർഡ്, നമ്മുടെ ചങ്കുകളാണ്. പിന്നെ നമ്മുടെ ഹംഗ്രി കൊച്ചിൻ, കേരള ഫുഡി, അപ്പൊ എല്ലാവരും ഗോവിന്ദേട്ടൻ. അപ്പൊ ഞങ്ങളെല്ലാരും ഭയങ്കര കമ്പനിയായി. പിന്നെ പുറത്തു പോകുമ്പോ എന്നെ വിളിക്കും ഓരോരുത്തർ. അപ്പൊ ഞാൻ ഒരുമിച്ച് ചെല്ലും. അപ്പൊ ഞാൻ കുറച്ചും കൂടിയും ഫുഡിനോട് കുറച്ചും കൂടിയും ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെയും കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ മസാലയും തക്കാളിയും ഒക്കെ ആയിട്ട് നല്ലപോലെ റോസ്റ്റ് ആക്കി. അപ്പൊ ഇത് ഒരു അധികം എരിവൊന്നും ഇല്ലാത്ത താറാവിന്റെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ടുള്ള ഓൾറെഡി ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ള ഒരു മീറ്റാണ്. എരിവിന്റെ ലെവൽ എത്രയാണ്? 1 to 10. 1 to 10 6. അത്രേ ഉള്ളൂ? 7. ചുമ്മാ എല്ലാവരും ആവറേജ് 6 to 7 ആണ്. നമ്മൾ ആദ്യം തന്നെ ഡക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലേശം മഞ്ഞപ്പൊടി ഉപ്പിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുകയാണ് ഇനി. ഈ മസാലയിൽ സ്റ്റോക്ക് ഇരുന്ന് കുറുകി ഡ്രൈ ആവുന്ന സമയത്താണ് ഇതിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ അപ്പം പുറത്തായിരുന്നു ജനിച്ചുള്ളതെന്നൊക്കെ. എവിടെയാണ്? അലീനിലായിരുന്നു. അലീൻ, അബുദാബി. അപ്പൊ അവിടെ പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു ഫുൾ ടൈം. മലയാളം എഴുതാൻ വായിക്കാൻ അറിയോ? പിന്നെ ഗംഭീര. ഇതിപ്പോ പറയും, വായിക്കാൻ അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സിന്റെ ഇതൊക്കെ വായിക്കണ്ടേ, പെട്ടുമില്ലല്ലേ. അപ്പൊ നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് മറ്റേ സാധാ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഫുഡുകളില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേർഷ്യൻ ഫുഡ് അടിപൊളി. ഗ്രിൽഡാണ് അല്ലെങ്കിൽ ഗ്രിൽ പ്ലാറ്റർ ഒക്കെ വാങ്ങിച്ച് അവിടെ പോയി. അപ്പൊ എപ്പോഴാണ് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയത്? ഞാൻ 2014 12 കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് എത്തി. സ്റ്റോക്ക് ഒഴിച്ചല്ലോ, ആ സ്റ്റോക്ക് ഒഴിച്ചപ്പോ അത് കറക്റ്റ് തിക്കായിട്ട് വന്നു. ഇനി മീറ്റ് ഇട്ടിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് കുക്ക് ചെയ്ത മീറ്റ് കൂടെ ആഡ് ചെയ്യുന്നു. ഇതില് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് മാത്രം ജസ്റ്റ് ഒരു പ്രഷർ കുക്കറിൽ ചെയ്യാം. അല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ഡെക്കിന് കുറച്ചുകൂടെ ചിക്കനെക്കാട്ടി കൂടുതൽ സമയമുണ്ട് വേവാനായിട്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ ഡക്ക് ഇഷ്ടമുള്ള മീറ്റാണ്. ഓക്കെ, ഞാൻ കഴിക്കും നന്നായിട്ട്. ഇനി അധികം സമയമൊന്നുമില്ല. ഇത് ജസ്റ്റ് കുറുകി കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഗ്രേവി അങ്ങോട്ട് കുറുകുന്ന ഒരു പരുവത്തിലേക്ക്. അപ്പോഴത്തേക്ക് 2 സ്റ്റെപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ? നമുക്ക് രണ്ടുപേർക്കും. എനിക്ക് ഡാൻസ് അതൊക്കെ ചെയ്തോളാം. അടിപൊളിയാണ്. ഈ ഡാൻസ് ഭയങ്കര കൊത്ത കണ്ടല്ലേ? കൊത്തയിലെ ഡാൻസ് അല്ലല്ലേ? ഈ ചെറുപ്പം മുതലേ ഡാൻസ് ചെയ്ത ഒരാളാണ്? 10ാം ക്ലാസ് വരെ നമ്മള് സാധാരണ സ്കൂളില് അടിച്ച് കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കും, ആ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കര പഠിപ്പാവണമല്ലോ. അതെ. എങ്ങനെയാണ്? ഞാൻ ആർട്സിലായിരുന്നു കൂടുതലും. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? PT പീരിയഡ്. ഈ പഠിപ്പി സെറ്റപ്പ് ഒന്നുമില്ല, ജയിച്ചു പോകും അത്ര. മാത്സ് തീരെയില്ല. ഇപ്പോഴാണ് ഡാൻസ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമാണെന്ന് കണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു അല്ലേ? ഇല്ല, ഡാൻസ് കളിക്കും അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡാൻസർ നിന്നില്ല. കുട്ടിയായിരുന്നപ്പോൾ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസിക്കൽ പതുക്കെ വിട്ടിട്ട് പിന്നെ നമ്മൾ സിനിമാറ്റിക് ആയി. അങ്ങനെ പോയി. നമ്മുടെ ഡക്ക് സോസ് കുറുകി വരുന്നു. ഇനി അതിനെ റോസ്റ്റ് പരുവത്തിലാക്കുന്ന ഒരു സീനാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രഷ് കറി ലീവ്സ്. ഇതിന്റെ പേരെന്തായിരുന്നു ശരിക്കും? ഡക്ക് റോസ്റ്റ്. ഇത് കറിയാക്കി ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഒരു റോസ്റ്റ്. ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ല ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ചിലർ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഇടാത്തതുകൊണ്ട് കൂടുതൽ സ്പൈസി കുറയും. അപ്പോൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് നമ്മുടെ നാടൻ വെപ്പല്ലേ? നാടൻ വെപ്പാണ്. മണം വരാറുണ്ടല്ലേ? അത് ചില സമയത്ത് ചില കറികൾക്കൊക്കെ കറി ലീവ്സ് ആദ്യം ഇടേണ്ടി വരും. ചിലതിന് നമ്മൾ താളിക്കും ഇല്ലേ? കടുക് വറുക്കുന്ന കറിവേപ്പില ഇടും. ചിലതിനൊരു കുക്ക് ചെയ്ത സമയത്തായിരിക്കും ഇതിന്റെ ഒരു ഫ്ലൈ. ഇങ്ങനെയൊക്കെയുള്ള താറാവിന് ഇത് ഇപ്പൊ ഇട്ടപ്പോഴല്ല, കറക്റ്റ് ആ കറിവേപ്പിലയുടെ നന്നായിട്ട് വന്നു. ഓരോ കറിക്കും ഓരോ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനെ ഓരോ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ഇതിന്റെ ഫ്ലേവർ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചാറ് വറ്റി കറക്റ്റ് ഡ്രൈ ആയ പരുവത്തിലെത്തി. ഇത്
കാണാനും ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. ഇല്ലേ, കാണാൻ മുളക് പൊടിയൊന്നും ഇല്ലാത്തൊരു കറിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞു. ആദ്യം തന്നെ താറാവ് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി നന്നായിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നീട് ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം പെരിഞ്ജീരകമാണ് ഇടുക. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്കും അതുപോലെ ജൂലിയനായിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് സവോള, കുറച്ച് ചെറിയ ഉള്ളി, ഹാഫ് ഒരു ക്വാണ്ടിറ്റിയിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലേശം ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യമുള്ള ഉപ്പിട്ട് റോസ്റ്റ് ചെയ്തു. തക്കാളി ഒരു സൈഡിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഈ മസാലേനെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം ഈ ഡക്കിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് തിളപ്പിച്ച് ചാറ് കുറുക്കിയതിന് ശേഷം ബോയിൽ ചെയ്ത മീറ്റ് ഇട്ടു. അതിനുശേഷം കറിവേപ്പിലയും ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി ഗ്രേവി അങ്ങനെ വറ്റി റോസ്റ്റ് ആവുന്ന പരുവത്തിൽ ലേശം കുരുമുളക് പൊടി ലാസ്റ്റ്. ടച്ച്. അങ്ങനെ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചിപ്പി കഴിക്കാനുള്ളതായിട്ട്. ഇതിന്റെ കൂടെ ഇതിന്റെ ആക്ച്വൽ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും താറാവും അപ്പവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ്. പിന്നെ ചിലർ ഇടിയപ്പോട്ട് കഴിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന്, കുട്ടനാടൊക്കെ ഉള്ള ആൾക്കാർ എപ്പോഴും അവിടെ ആ ഒരു ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് നമ്മുടെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണറാണ്. ഗ്രീൻ ആൻഡ് ഗ്രേഡ്സിന്റെ ഈസി മേക്കിംഗ് അപ്പം ഉണ്ട്. അപ്പോൾ അപ്പോട്ട് കഴിപ്പിക്കാം. ഓക്കെ, സെറ്റ്. ശരി. സോ ബേസിക്കലി ഈ അപ്പം 1 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാം. ലൈക്ക് ബാറ്റർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഫെർമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. ടപ്പയെന്ന് പറഞ്ഞിട്ട് സാധനം സെറ്റാവും. ഇതൊരു 1/2 കിലോൻ്റെ പാക്കറ്റിലാണെങ്കിൽ 1.5 ലിറ്റർ നമുക്ക് മാവ് കിട്ടും ഇതിൽ നിന്ന്. ചിപ്പി ഇതേ ഡക്ക് റോസ്റ്റ് റെഡിയായി. അപ്പോട്ട് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇച്ചിരി സെർവ് ചെയ്ത് തരാം. ഓക്കെ, അതിൻ്റെ മസാല സെൻറ്ററിലിട്ടു. ലെഗ് പീസ് തന്നെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മണം. ആക്ച്വലി അടിപൊളിയാണല്ലോ. ഈ അപ്പത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 1 ഇയർ ഷെൽഫ് ലൈഫും കൂടി ഉണ്ട്. സോ നിങ്ങൾ മേടിക്കുക. 1 മിനിറ്റിനുകൊണ്ട് നല്ല അടിപൊളി അപ്പം, ഇഡ്ഡലി, ദോശ, ചട്നി പൊടി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാട്ടോ. വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ. ചിപ്പി, നമ്മുടെ ഷോയിലെ ഒരു പ്രത്യേകത, ഇതിനകത്ത് വേറൊരു ഗസ്റ്റോടെ വരും. ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഷിബി ആരിഫാണ്. എറണാകുളത്ത് വെണ്ണലേന്നാണ്. ഹോം ബേക്കറാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു ഭയങ്കര സംഭവം. നമുക്ക് നേരിട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം, വരൂ. എൻ്റെ പേര് ഷിബി ആരിഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ എറണാകുളത്ത് 18 വർഷമായിട്ട് താമസിക്കുകയാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കാരണം അന്ന് എൻ്റെ കയ്യിൽ ബീറ്ററൊന്നുമില്ല. കൈ വെച്ച് മുട്ട ഇങ്ങനെ പതപ്പിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുന്നത്. ആ കേക്ക് എനിക്ക് സക്സസ് ആയി. പിന്നെ കുക്കിങ്ങിലാണെങ്കിലും ഓരോന്നോരോന്ന് പരീക്ഷണം നടത്തി. ആദ്യമൊക്കെ പാളിപ്പോയെങ്കിലും പിന്നീട് എല്ലാം സക്സസ് ആയി. ഷെഫിനെ കാണുക എന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇനി ഷെഫിനെ കാണണം. ഷെഫിന് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഒരുപാട് കേക്കുകളും ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയുടെ ലോഗോ ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ കേക്കുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു കേക്കൊക്കെ ആയിട്ടില്ലേ, അടിപൊളി. ഇത് മാത്രമല്ല, ഐറ്റവും കൂടെ ഉണ്ട്. എന്റെ പൊന്നോ, ഇനി എന്താ ഉള്ളത്? ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ശരി ശരി. അയ്യടാ, ഇത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം? ഇത് തിക്കിടി എന്ന് പറയും. തിക്കിടി. തിക്കിടി, ഞാൻ കിച്ചടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പല സംഭവം. ഇത് എന്തൊക്കെയാണ് സംഭവം? ഇത് നമ്മുടെ അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാ. തിക്കിടി എന്ന് പറയും. മറ്റേത് ചിക്കൻ കറി. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി. നമ്മൾ പേരൊക്കെ കേട്ടിന്റെ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വരച്ചത് ചക്കയാണ്, പിന്നെ കപ്പയാണല്ലേ. പിന്നീടാണ് തിക്കിടി എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും അരി വെച്ചിട്ടുള്ള പാസ്ത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ ഒരു വേർഷൻ. ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡിഷാണ്, പണ്ടുതൊട്ടേ ഉള്ളത്. അതെ അതെ. നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളുണ്ടല്ലോ, ആ പെരുന്നാളിന് തലേന്ന് രാത്രിയിൽ നമ്മള് പിന്നെ പെരുന്നാളാണ്
എന്താണ് പിറ്റേന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പിടിയുടെയൊക്കെ വേറെ വേർഷനാണ്. അല്ലെങ്കിൽ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെയൊക്കെ വ്യത്യാസമായിട്ട് ഇതിന്റെ നിറമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ഇല്ലേ ഒരു ഐ അപ്പീലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞ നിറത്തില് ഇത്. പക്ഷെ ഇതിന്റെ ഷേപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് നീളത്തിലുണ്ടാക്കിയിട്ട് കട്ട് ചെയ്യണം. ശരിക്കും നീളത്തിൽ ഇങ്ങനെ പൊടി ഉരുട്ടിയിട്ട് പിന്നെ പണ്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുമായിരുന്നു. നമ്മളിപ്പോ അതിനെ ചെറുതായിട്ട് അതെ അതെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തിടും. അപ്പൊ പിന്നെ കുറെ ഇങ്ങനെ ഉരുട്ടുണ്ടല്ലോ. ഇത് അരിയാണോ? അരിപ്പൊടി നമ്മൾ ആദ്യം ഒന്ന് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുക്കും, വേവിച്ചെടുക്കും. എന്നിട്ട് അതിനെ കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നീളത്തിൽ ഉരുട്ടും, എന്നിട്ട് അരിയും. എന്നിട്ട് ഇത് തേങ്ങാപ്പാലില് പിന്നെ പെരിഞ്ചീരകവും ഏലക്കായും പൊടിച്ചിടും. പിന്നെ കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും ഇടും. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ആദ്യം ഇതിന്റെ പകുതി ഇടും തിളച്ച് വരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് അടുത്ത പകുതി ഇടുന്നത്. അല്ലെ ഇത് നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ ഇളക്കി കൊടുക്കുള്ളൂ. അങ്ങനെ വറ്റിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉള്ളിയും കറിവേപ്പിലായിട്ട് താളിച്ചൊഴിക്കും. പിന്നെ ഇതിനൊരു അരപ്പ് ഗ്രേവി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ കുറച്ചെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് അതിൽ 1 സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് അത് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കും. അപ്പൊ ആ ഒരു ഗ്രേവിയും കൂടെ കിട്ടും. വൈറ്റ് പാസ്റ്റയൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കേരള മറുപടിയാണ് ഇഷ്ടമായത് കേട്ടോ. അതിലൂടെ ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ നമുക്ക് ചാറായിട്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് നാടൻ സ്റ്റൈൽ. ഓ സന്തോഷം. ഇത് എന്താണ് ചെയ്യുന്നത് പറയൂ. എന്റെ നന്ന ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞാണ്. അപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പാചകം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് അത്രയും ചെറുതിലെ കല്യാണം കഴിഞ്ഞു. 32 വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. ആദ്യമൊക്കെ പാളിപ്പോയെങ്കിലും പിന്നെ നല്ലതാന്ന് പറയാൻ തുടങ്ങി എല്ലാവരും. പിന്നെ അപ്പൊ അങ്ങനെ കേക്കിനോടൊരാഗ്രഹം, കേക്ക് ഉണ്ടാക്കണം എന്ന്. അപ്പൊ ബീറ്ററില്ല, യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അന്ന് ഫോണൊന്നും ഇല്ല നോക്കാനൊക്കെ. അപ്പം എനിക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു. പിന്നെ അപ്പം ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ബേക്കറി നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ റെസിപ്പി ചോദിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി. അപ്പം ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് മുട്ടയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി. പക്ഷേ ഫസ്റ്റ് ടൈം തന്നെ എനിക്കത് സക്സസ് ആയിരുന്നു. കേക്ക് ഏത് വർഷമാണ്? അതൊരു 30 വർഷമായി ഇപ്പം. എൻ്റെ സാധാരണ ഹോം ബേക്കേഴ്സ് ഒക്കെ ഈ കോവിഡ് ടൈമിൽ 100 ആയിരക്കണക്കിന് വന്നു. ഇത് 30 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങനെ പഠിച്ച് പിന്നെ അതില് പിന്നെ വെറൈറ്റികൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആളുകൾക്ക് വന്ന് വാങ്ങിക്കാനുള്ള സംവിധാനം വീട്ടിൽ ഞാൻ പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷിബീസ് കിച്ചൺ. ആ ബ്രാൻഡിലാണോ കേക്ക് വിൽക്കുന്നത്? ഫസ്റ്റ് ടൈം കേക്ക് തുടങ്ങിയ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഞാൻ കേക്ക് അഫെയർ എന്നുള്ള ഒരു പേരിലാണ് കേക്ക് വിൽക്കാൻ തുടങ്ങിയത്. അത് തന്നെ ഉണ്ട്, ഷിബീസ് കിച്ചണും ഉണ്ട് അതിന്റെ കൂടെ. ഈ കേക്കിൽ ഞാനൊരു സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇത് പൈനാപ്പിൾ ജിഞ്ചർ കേക്കാണ്. സാധാരണ നമ്മള് ജിഞ്ചർ ഒന്നും അങ്ങനെ കേക്കില്. അപ്പൊ ഞാൻ ഒരു കോമ്പറ്റീഷനില് പിന്നെ ഗ്രേപ്പ് ജിഞ്ചർ കൊണ്ടുവരുന്നു. അങ്ങനെ അപ്പൊ ഇതിപ്പോ പൈനാപ്പിൾ ജിഞ്ചർ. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. ആദ്യം നമുക്ക് ആ തിക്കിടിയും ചിക്കൻ കറിയും, വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സൂപ്പറാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ റെസിപ്പി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷിബീസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ ഈ തിക്കടിയും ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് അറിയാത്തവർ പോയി കാണുക, കഴിക്കുക. ഇത് ഗംഭീരമായ ഒരു കോമ്പിനേഷനാണ്. പക്ഷെ അത് നല്ല രസമായിട്ട് നല്ല അല്ലേ, റിഫ്രഷിങ് ടേസ്റ്റ് ആണ്. സാധാരണ ഓറഞ്ച് ലൈം ഇതൊക്കെയാണ് നമുക്ക് റിഫ്രഷ് ആയിട്ട് വരുന്നത്. ഇത് ആ പൈനാപ്പിളിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇഞ്ചി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ആ ഒരു എരിവോ അല്ല അങ്ങനെയുള്ളതല്ല, അതിന് വളരെ ബ്യൂട്ടിഫുള്ളി അതിനെ രണ്ടും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അടിപൊളിയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇനി വേറെ ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി കേക്കാണ്. ഇന്ന് ഇത്രയും മനോഹരമായ ഒരു കേക്ക് അതിൻ്റെ കൂടെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു വിഭവം കഴിക്കുമ്പോഴാണ് ഒരു ഷെഫ് എന്നല്ല എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഗംഭീരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഫോർ യു ആഗ്രഹിച്ച പോലുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ ഈ വരുന്ന വർഷങ്ങൾ വരട്ടെ. ആൻഡ് ഒരുപാട് സ്ഥലത്ത് പോയി ഇഷ്ടപ്പെട്ട ഒരു ഫുഡി ആയിട്ടുള്ള ചിപ്പിക്ക് നല്ല നല്ല ഭക്ഷണവും
നല്ല നല്ല കഥാപാത്രങ്ങളും ബാക്കി ആഗ്രഹിച്ച എല്ലാം ഈ വർഷവും വരും വർഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. അതുപോലെ ഷിബിക്ക് പ്ലീസ് ഇതേപോലെ നാടൻ ഭക്ഷണം കൂടെ ഇതിനോടൊപ്പം കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരട്ടെ. കുട്ടികളൊക്കെ വലുതായല്ലോ, അപ്പോൾ കേക്കിനകത്ത് ഇനിയും കുറേ കൂടെ ഇന്നോവേറ്റീവായിട്ട് ഇങ്ങനെയൊക്കെയുള്ള റെയർ കോമ്പിനേഷൻസ് നമ്മുടെ കേരളത്തിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിനൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് പുതിയ കേക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തിരികാണ്. അപ്പോൾ ഇതുപോലെ പുതിയ കുറേ കഥകളും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.